എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതേപോലെ തന്നെ MLA MP തുടങ്ങിയവർ പൊതുസമൂഹത്തിനോടും അതേപോലെ തന്നെ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളും കടമകളും ഉണ്ട്. അതിനെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ സൂചിപ്പിക്കുക. ഒരു ശ്രദ്ധിക്കപ്പെടേണ്ട ചില കാര്യങ്ങളാണ്. ഉപദേശമായിട്ട് കാണണ്ട, ഒരു സജഷനായിട്ട് മാത്രം കണ്ടാൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ 5 വർഷത്തേക്ക് ഇവർ സുരക്ഷിതമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു അവസ്ഥയാണ്. ബഹുഭൂരിഭാഗം പഞ്ചായത്ത് മെമ്പർമാരും മുനിസിപ്പൽ കൗൺസിലർമാരും അതേപോലെ MLA ആയാലും MP മാരും എല്ലാവരും ആയാലും. പക്ഷെ പല കൗൺസിലർമാരും പല മെമ്പർമാരും ഒക്കെ തന്നെ അല്ലെങ്കിൽ MLA മാരൊക്കെ തന്നെ കാര്യക്ഷമതയോടുകൂടി തന്നെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ശിവദാസൻ നന്ദിയായിട്ട് പൗരാവകാശ സംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പരമാവധി പേര് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് അടിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഉള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വിജ്ഞാനപ്രദമായിട്ടും ആരും പറയാത്ത ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യാറ്. അപ്പൊ അതുകൊണ്ട് പരമാവധി പേരിലേക്ക് ഇത് എത്തിക്കേണ്ട കടമ ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരെയാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. നമുക്കറിയാം, ഒന്ന് പ്രധാനമായിട്ട് ഒരു വലിയ മഹാകാര്യമൊന്നും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല. വലിയ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനും കഴിയില്ല, തേനും പാലും ഒഴുക്കണമെന്നും പറയുന്നില്ല. പക്ഷെ ഇവരെന്ത് ചെയ്യണം, ഒരു സഞ്ചാരികമായിട്ടുള്ള റോഡുകൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ചെറിയ ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ, അതിന് പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ഉറപ്പാക്കണം. അതിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തും ബാക്കിയുള്ള കാര്യങ്ങളും കണ്ടീഷൻ ആക്കി ഇടുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് തന്നെ മറ്റേ പൈപ്പ് ലൈൻ വാട്ടർ ടീം അതേപോലെ ഇറിഗേഷനൊക്കെ വേണ്ടിയിട്ട് പൈപ്പ് ലൈൻ റോഡ് വെട്ടിപ്പൊളിച്ചിടും. ആ റോഡ് വെട്ടിപ്പൊളിച്ചിടുമ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ആ പൊളിക്കുന്ന വ്യക്തി അവര് കയ്യോടെ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഏറ്റവും ചുരുക്കിയത് മണ്ണ് വെട്ടുക, കല്ല് വെട്ടുക, അത് ലെവൽ ചെയ്തിടുക എന്നുള്ളതാണ്. ഇപ്പൊ വലിയ അപകടങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടാവാറുണ്ട്. അത് ഈ ഗ്രാമപ്രദേശത്താണ് നമുക്ക് കാണുന്നത്. ആരെ എപ്പോ വേണമെങ്കിലും റോഡ് വെട്ടിപ്പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഈ കൗൺസിലറുടെ നേതൃത്വത്തില് ജനപങ്കാളിത്തത്തോടുകൂടി ഈ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോകുന്നവർ കവച്ചു വെച്ച് പോകുന്നതിന് പകരം ഒരു 10 മിനിറ്റ് പ്രവൃത്തി കൊണ്ടുവന്നുകൊണ്ട് എന്തെങ്കിലും പണിയെടുത്തിട്ട് പോയി പ്രാർത്ഥിക്കും. അതാണ് നമുക്ക് അതിലൊരു നിർദ്ദേശമുള്ളത്. അവരവരുടെ വീടിന് മുറ്റമെങ്കിലും ക്ലിയർ ആക്കി ഇടുക എന്നുള്ളതാണ്. അത് കൗൺസിലറുടെ ഉത്തരവാദിത്വം അല്ല യഥാർത്ഥത്തില്. പക്ഷെ കൗൺസിലറും കൂടി ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എളുപ്പമാവും, സഞ്ചാരയോഗ്യം എളുപ്പമാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പലപ്പോഴും റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് അതിന്റെ ദുരന്തം ഈ യാത്രക്കാരും അതേപോലെ തന്നെ വാഹനം ഓടിക്കുന്നവരാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനകൾ കുറച്ചിട്ട് പ്രവൃത്തികൾ കൂട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് നിങ്ങൾ ഓരോ ജനങ്ങൾ എത്തണം എന്നുള്ള ഒരു നിർദ്ദേശം നല്ലത്. പിന്നെ അതേപോലെ തന്നെ ഈ കൗൺസിലർമാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നിരാലംബര്, അസുഖബാധിതര്, നിത്യരോഗികള്, ഇവരുടെ പരിരക്ഷയാണ് ഉറപ്പുവരുത്തേണ്ടത്. ഇവരുടെ പരിരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അവരെ നിങ്ങൾ ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട് ഒന്നില്ലെങ്കിൽ കണ്ടമാനം കാശ് പിരിവും കാര്യങ്ങളൊക്കെ നടന്നത്, ഒന്നിലും ജനങ്ങൾക്ക് സംഭാവന വാങ്ങിച്ചിട്ടോ അവരുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ മാത്രമല്ല, വാസയോഗ്യമില്ലാത്ത വീടുകളാണെങ്കിൽ ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയോ അല്ലെങ്കിൽ MLA ഫണ്ട് കൊണ്ടോ അല്ലെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതി കൊണ്ടോ ഏതെങ്കിലും രീതിയിൽ അവർക്ക് വീട് വെച്ച് കൊടുക്കാവുന്ന ഒരു പണിയാണ് ചെയ്യുന്നത്. ഇതാണ് മറ്റൊരു കാര്യമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് വരുന്നത്. എപ്പോഴും നിങ്ങൾ പരിഗണന കൊടുക്കേണ്ടത് അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ്. അതേപോലെ സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങി കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. ഇത് ജനക്ഷേമ സമിതിയും പൗരാവകാശ സംരക്ഷണ സമിതിയൊക്കെ തന്നെ ഒരുമിച്ച് ഞങ്ങൾ കൈകോർത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ ഞങ്ങൾ പരമാവധി കൗൺസിലർമാരും MLA മാരും MP മാരും അതേപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരും ഇവരോടൊക്കെ നമ്മൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനമാണ് നമുക്ക് ആവശ്യം, വൻകിട പദ്ധതികളല്ല ആവശ്യം. അപ്പൊ അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക. അതുപോലെ കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, പിന്നെ വാസയോഗ്യമായിട്ടുള്ള വീടുകള്, പരിസ്ഥിതി സംരക്ഷണം, അതുപോലെ മണ്ണ് ജല സംരക്ഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യാവുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പിന്നത്തെ വർഷം ജയിച്ചു പോകാനൊരു ബുദ്ധിമുട്ടില്ല. നമുക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ തന്നെ, ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ തന്നെ നമ്മളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വികസനത്തിന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് വയ്ക്കുക, നല്ല ക്വാളിറ്റിയുള്ള കൗൺസിലർമാരെയും പഞ്ചായത്ത് മെമ്പർമാരെയൊക്കെ തന്നെ തെരഞ്ഞെടുക്കുന്ന ഒരു ആവശ്യമാണുള്ളത്. ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാം മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതിന് പകരം എന്ത് ചെയ്യണം, പരമാവധി ജനപക്ഷ നിലപാട് സ്വീകരിക്കുകയും പ്രകൃതി സൗഹൃദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരൊക്കെയാണ് നമുക്ക് ആവശ്യം. ഞാൻ ശിവദാസൻ നന്ദിയായിട്ട്, വൺ സ്ട്രഗിൾ മീഡിയ. ഓക്കെ, താങ്ക് യു.